മണിയൂർ തണൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി വിദ്യാലയ സാമ്പത്തിക സമാഹരണത്തിന്റെ ഭാഗമായുള്ള സ്നേഹസംഗമവും ചായസൽക്കാരവും എന്ന പരിപാടി 24-ന് തുറശ്ശേരി മുക്കിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഭിന്നശേഷി കുരുന്നുകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ മണിയൂർ തണൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി വിദ്യാലയ സാമ്പത്തിക സമാഹരണത്തിന്റെ ഭാഗമായുള്ള സ്നേഹസംഗമവും ചായസൽക്കാരവും 24-ന് വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 മണി വരെ തുറശ്ശേരി മുക്കിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഗമത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, തൂഫാൻ വാരിയർ പ്രഖ്യാപനം, സംഗീതനിശ എന്നിവയും നടക്കും. വൈകിട്ട് 6 മണിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. റൂറൽ ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് IPS ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകും. ഷാഫി പറമ്പിൽ MP, MLA മാരായ പാറക്കൽ അബ്ദുള്ള, KK രമ, മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ദിൻഷ, മുൻ MLA മാരായ KP കുഞ്ഞമ്മദ്കുട്ടി, EK വിജയൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ KK ദിനേശൻ, PC ഷീബ, തണൽ ചെയർമാൻ ഡോക്ടർ ഇന്ദ്രീസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. കുട്ടികളുടെ ആ പഠനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും ജനകീയമായാണ് ചെയ്യപ്പെടുന്നത്. പക്ഷേ മണിയൂർ പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലേക്ക് ഈ വിവരം തണലുമായി ബന്ധപ്പെട്ട അറിവുകൾ എത്തിക്കുന്നതിനും അവരുടെ കൂടി സഹകരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ആഗസ്റ്റ് 24-ന് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചായ സൽക്കാരം എന്ന രീതിയിലേക്ക് തണലോരം എന്ന പേരിൽ തുറശ്ശേരി മുക്കിലാണ് നടക്കുന്നത്. മണിയൂർ പഞ്ചായത്തിലെ തുറശ്ശേരി മുക്ക് ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിയിൽ 4 മണിക്ക് ആരംഭിച്ചാൽ ചായ സൽക്കാരം, അതേപോലെ തന്നെ കുട്ടികളുടെ തണലിലെ മക്കളുടെ കലാപരിപാടികൾ, സംഗീത നിശ ഉൾപ്പെടെയുള്ള പരിപാടികളുമായിട്ട് 10 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. പലഹാരങ്ങൾ വരുന്ന ആളുകൾക്കൊക്കെ പലഹാരങ്ങൾ നൽകിക്കൊണ്ട്, ചായ സൽക്കാരം നൽകിക്കൊണ്ട് എല്ലാവരും തണലിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു സാമ്പത്തിക സമാഹരണം എന്ന നിലയിലാണ് പാട്ടും കളിയും അതേപോലെ തന്നെ അവരുടെ കലാപരിപാടികളും ഒക്കെയായിട്ട് വൈകുന്നേരം മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി. ഇതിനിടയിൽ വൈകുന്നേരം 4:30 മണിക്ക് മണിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ആ പരിപാടിക്കകത്തേക്ക് മണിയൂർ പഞ്ചായത്തിലെ ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗൻവാടി ടീച്ചർമാർ, അധ്യാപകർ, അതേപോലെ തന്നെ SPC, NCC തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അതോടൊപ്പം തന്നെ 6 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ തൂഫാൻ വാരിയർ പ്രഖ്യാപനം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും നിർവഹിക്കും. തണൽ പരിപാടിയോട് ചേർന്നുകൊണ്ട് തന്നെ മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഈ വേദിയെ ലഹരി വിരുദ്ധ പ്രഖ്യാപനത്തിൻ്റെയും അല്ലെങ്കിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്കും അതിൻ്റെ ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള വേദി കൂടിയാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.